ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായി വന്നതാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇനി ഐക്യരാഷ്ട്രസഭയിൽ ഉപഭോക്തൃ സംരക്ഷണവുമായി സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കുന്നത് 1985-ലും ഇന്ത്യയിൽ അത് നിയമമായി വരുന്നത് 1986 ഡിസംബർ 24-നുമാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്? 1985-ലാണ്. ഇന്ത്യയിൽ നിയമമായത് എപ്പോൾ? 1986 ഡിസംബർ 24. ഇതിലൂടെ ഒരു പോയിന്റ് കൂടെ പറയാം. ആ ഡിസംബർ 24-നാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 24-ലാണ് ദേശീയ ഉപഭോക്തൃ ദിനം. ഈ 2019 ഈ നിയമം വന്നല്ലോ. അപ്പോൾ അത് ലോക്സഭയിൽ എന്നാണ് പാസ്സാക്കിയത്? രാജ്യസഭയിൽ എന്നാണ് പാസ്സാക്കിയത്? രാഷ്ട്രപതി ഒന്ന് ഒപ്പുവെച്ചു, നിയമം ഒന്ന് നിലവിൽ വന്നു. 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണം. അപ്പോൾ 2019 ജൂലൈ 30-നാണ് ഈ നിയമം ലോക്സഭ പാസ്സാക്കുന്നത്. 2019 ജൂലൈ 30-ന്. തൊട്ടടുത്ത മാസം 2019 ഓഗസ്റ്റ് 6-ന് രാജ്യസഭ പാസ്സാക്കുന്നു. അതേ മാസം 2019 ഓഗസ്റ്റ് 9-ാം തീയതി ഇത് രാഷ്ട്രപതി ഒപ്പിടുന്നു. തുടർന്ന് 2020 ജൂലൈ 20-ന് നിയമമായി മാറുന്നു. ഏകദേശം 1 വർഷത്തോളമായല്ലേ. നിയമം ആദ്യം ലോക്സഭ പാസ്സാക്കുന്നത് 2019 ജൂലൈ 30-നാണ്. അപ്പോൾ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20-നുമാണ്. ഓക്കെ, ഇത്രയും ഓർത്ത് വയ്ക്കാമല്ലോ. ഇനി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ. ഉപഭോക്തൃ സംരക്ഷണ പ്രകാരം അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ. ഇനി 2019 ഈ നിയമപ്രകാരം നമുക്ക് ഓൺലൈനായിട്ട് പരാതി കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ നിയമത്തിൽ മധ്യസ്ഥ തർക്ക പരിഹാരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അപ്പോൾ 2019 ഈ നിയമത്തിൽ ഉള്ള 2 പ്രത്യേകതകളാണ്. 1, ഓൺലൈനായിട്ട് പരാതി കൊടുക്കാം. 2, മധ്യസ്ഥ തർക്ക പരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി ആദ്യമായി ഈ നിയമം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? റാം വിലാസ് പാസ്വാൻ. ആദ്യമായി അവതരിപ്പിച്ചത് ആരാ? റാം വിലാസ് പാസ്വാൻ. ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 2-9. സെക്ഷൻ 2-9